ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എന്റെ കൂടെ ഉള്ള 2004 ഒരു ഫുള്ളി മോഡിഫൈഡ് ടൊയോട്ട കോൾസ് ആണ്. ടൊയോട്ട കോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു വണ്ടി തന്നെയാണ് ഈ ടൊയോട്ട കോൾസ് എന്ന് പറയുന്ന ഈ ഒരു ടൊയോട്ട കോൾസ്. ഇന്ത്യയിൽ ലോഞ്ച് ആവുന്ന 1999 അതേപോലെ 2005 വെച്ച് തന്നെ ഡിസ്കണ്ടിന്യൂ ആവുകയും ചെയ്തു. അതിന് പകരം ഇറക്കിയ ഒരു വണ്ടിയാണ് നമ്മുടെ ടൊയോട്ട ഇന്നോവ എന്ന് പറയുന്ന. ഇന്നോവയും അത്യാവശ്യം നല്ലൊരു ജനപ്രീതി കാര്യങ്ങളൊക്കെ കിട്ടിയൊരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങുന്നതിന് മുന്നേ ഈ ഒരു വണ്ടി ഏഷ്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. അന്ന് ഇതിന്റെ പേര് എന്ന് പറയുന്നത് കിജാങ്, ടൊയോട്ട കിജാങ് എന്ന പേരിലായിരുന്നു ഈ ഒരു വണ്ടി അവൈലബിൾ ആയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ആ ഒരു വണ്ടി തന്നെയാണ്. കിജാങ് എന്ന് പറയുന്ന മോഡലിൽ ഈ വണ്ടിയെ കാട്ടി കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിസൈൻ എലമെന്റ് ആയാലും അതേപോലെ ഡിക്കി എലമെന്റിലൊക്കെ ആയാലും ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കിജാങ് നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നപ്പോൾ കോൾസായി മാറിയതാണ്. ആ ഒരു വണ്ടിയാണ് ഇന്ന് എന്റെ കൂടെ ഉള്ള. അപ്പോൾ ഒട്ടും താമസിക്കുന്ന നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ നമ്മുടെ വണ്ടിയും അതേപോലെ നമ്മുടെ വണ്ടിയുടെ ഓണറും നമ്മളെ കൂടെ ഉണ്ട്. പ്രോ പേരെന്ന് പറഞ്ഞു വിജയ്. വിജയ് എന്നാണ് പേര്. നമ്മുടെ ഇൻസ്റ്റഡി എന്താണ്? വിജയ് എം 4008. അപ്പോൾ ആ ഇൻസ്റ്റഡി കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ വണ്ടിയുടെ മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ 2004 GS വേരിയന്റ് നമ്മുടെ വണ്ടി. അതേപോലെ നമ്മുടെ വണ്ടിയിൽ വരുത്തിയേക്കുന്ന മാറ്റങ്ങൾ, അതായത് മെയിൻ ആയിട്ട് നമ്മുടെ ഫ്രണ്ടിൽ വരുത്തിയേക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ വണ്ടിക്കകത്ത് നമ്മൾ ചെയ്തേക്കുന്നത് കളർ ചേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മുടെ വണ്ടിക്ക് നേരത്തെ ഗ്രീൻ ആയിരുന്നു, ഗ്രീൻ വിത്ത് സിൽവർ ആയിരുന്നു. നമ്മുടെ ബമ്പറൊക്കെ സിൽവർ ആയിരുന്നു, ബോഡി മൊത്തം ഗ്രീൻ ആയിരുന്നു വരുന്നത്. അപ്പൊ അത് നമ്മൾ മാറ്റിയിട്ട് ഒരു പേൾ ആംബറല്ല കളറിന് പേര്. അപ്പൊ ആ പേൾ ആംബറല്ല വിത്ത് ബ്ലാക്ക്, റൂഫ് ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ കളർ ചേഞ്ച് ആണ് മെയിൻ ആയിട്ട് ചെയ്തേക്കുന്നത്. പിന്നെ എല്ലാം ഉള്ളത് നമുക്ക് നമ്മുടെ ലോഗോ, നമ്മുടെ ലാംഗ്വേജ് ടൈപ്പ് ലോഗോ നമ്മൾ ബോണ്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ഒരു ലോഗോയ്ക്ക് ഏകദേശം എത്ര കോസ്റ്റ് വരുന്നുണ്ടായിരിക്കും? ലോഗോയ്ക്ക് അന്ന് ഏകദേശം ഇത് വെളിയിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. ലോഗോയ്ക്ക് റേറ്റ് ഏകദേശം ഒരു 4000 രൂപ സംതിങ് ആണ് വെളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ സെയിൽ വാങ്ങിച്ചായിരുന്നു. പിന്നെ നമ്മൾ താഴ്ത്തി വരുമ്പോഴത്തേക്ക് നമ്മുടെ ക്രോംസ് മൊത്തം നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ടൊയോട്ടയുടെ ലോഗോ മാത്രം ഒന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി നമ്മൾ അതിനെ സിൽവർ ആക്കിയിട്ട് വരെ ഒന്നും ചെയ്തിട്ടില്ല. അതിനെ ആ രീതിയിൽ നിർത്തിയിട്ട് ബാക്കി ഫുൾ നമ്മളൊരു ഡീക്രോം ചെയ്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. അത് ആ ലോഗോ ഒന്ന് നിൽക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ബെസ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ നമ്പർ പ്ലേറ്റ് ചെറുതായിട്ടൊന്ന് താഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ വണ്ടേ ഉള്ള ചെറിയ ആക്സറീസ് ആയിരുന്നു. പിന്നെ ഉള്ളത് നമ്മുടെ സ്കേറ്റിംഗ് ബമ്പർ, അത് നമ്മൾ സ്കേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ബോഡി കളർ തന്നെ, എല്ലാം ഫുൾ ബോഡി കളറാ. ബമ്പറിന് സെപ്പറേറ്റ് കളർ കൊടുത്തിട്ടുണ്ട്, ഇത് ബോഡി കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കസ്റ്റം ഉണ്ടാക്കിയെടുത്തത് മെറ്റലിനകത്ത്, ഇത് മെറ്റലിനകത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ലിപ്പാണ് അത് ജസ്റ്റ് വണ്ടിക്ക് ഒരു ലോവർ ഫീൽ കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഒരു സ്പ്ലിറ്റർ റോഡ് കൊടുത്തിട്ടുണ്ട്, സപ്പോർട്ടും ഒരു ലുക്കിനും മെയിൻ ആയിട്ട് ലുക്കാണ് നമ്മൾ കൊടുത്തത്. പിന്നെ അല്ലാതെ ഇതിന് താഴെ തന്നെ നമ്മൾ ഒരു റബ്ബർ കൊടുത്തിട്ടുണ്ട്. റബ്ബർ അതും ചെറിയൊരു ലോവർ റബ്ബർ അടി തട്ടിയാലും വണ്ടി ലിപ്പിനൊന്നും പറ്റാതിരിക്കാനുള്ളത്. പിന്നെ അതിനകത്ത് തന്നെ നമ്മളൊരു ഡേറ്റ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇൻഡിക്കേറ്റർ മെട്രിക്സ് ആയിട്ട് വെക്കുന്നത്. അപ്പൊ നമുക്ക് കത്തിച്ചുമ്പോഴത്തേക്കും ഭംഗിയും നമ്മൾ ഡേറ്റയും ഇട്ട് കൊടുക്കാൻ പറ്റും. പിന്നെയുള്ള മെയിൻ ആയിട്ട് ആയിരുന്നു നമ്മൾ അക്സറീസ് ഒക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ഓവറല്ല, നമ്മുടെ ഈ ഹെഡ്ലൈറ്റിനകത്ത് നമ്മൾ പിക്സൽ RGB ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ഫോണിൽ കൺട്രോൾ ചെയ്ത് 250 മോഡി കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ല നമുക്ക് കസ്റ്റം കളേഴ്സ് ഉണ്ടാക്കാനും പറ്റും. പിന്നെയുള്ള മെയിൻ ആയിട്ടുള്ളത് ഇൻഡിക്കേറ്റർ, നമ്മൾ ഇൻഡിക്കേറ്റർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇൻഡിക്കേറ്റർ ഒരു മെട്രിക്സ് രീതിയിൽ കത്തിക്കൊള്ളിനകത്ത് കാഴ്ചക്ക് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. പിന്നെയുള്ള നമ്മുടെ ഫോഗ് ലാമ്പ്, നമ്മുടെ കമ്പനി ഫോഗ് ലാമ്പിന് അധികം വെട്ടം കിട്ടാൻ ചാൻസ് ഭയങ്കര കുറവാണ്, വാമൈറ്റാണ് വരുന്നത്. അത് ഓവർ ഹീറ്റ് കൂടെ ആവുന്നുണ്ട്. നമ്മളത് മാറ്റിയിട്ട് അതിനകത്ത് നമ്മൾ നമ്മുടെ മിനി ഡ്രൈവ് ഒക്കെ നമ്മൾ ബൈക്കിലൊക്കെ വന്നത് അതിന്റെ 3 വരുന്നത് മെഗാ ഡ്രൈവിന് നമ്മൾ അകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അത്യാവശ്യം നമുക്ക് ലോങ് പോകുമ്പോഴത്തേക്ക് അത് ഉപകാരവും കുറച്ച്. ഇപ്പൊ നമുക്ക് യെല്ലോ ഉണ്ട്, വൈറ്റ് ഉണ്ട്, വാം വൈറ്റ് ഉണ്ട്, 3 വെട്ടം നമുക്ക് ട്രൈ കളറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് അത്യാവശ്യം യൂസിന് വേണ്ടി നമ്മൾ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ബോണ്ടിന്റെ അകത്ത് നമ്മൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓണായി കാണിച്ചു തരാം. പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള അകത്ത് നമ്മൾ ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു. ജസ്റ്റ് ഇത്രയും തന്നിട്ട് വിട്ടാൽ മതി. അത്യാവശ്യം കുറച്ച് പ്രഷർ 2 കൊടുത്തതുകൊണ്ട് അത്യാവശ്യം കുറച്ച് പ്രഷർ ഉണ്ട്, പൊങ്ങി അങ്ങ് പോകുന്നുണ്ട്. അപ്പം നോർമലി ഒരെണ്ണേ വേണ്ടി വരുന്നുള്ളൂ അല്ലേ? ഒരെണ്ണം നമുക്ക് ആദ്യം ഇവിടെ കൊടുത്തിരുന്നത്, ഈ ഭാഗത്ത് മാത്രം ഒരെണ്ണം കൊടുത്തിരുന്നത്. അപ്പൊ അതിന്റെ ആവശ്യം മാത്രമേ ഉള്ളായിരുന്നു. ഇത് നമ്മുടെ 800 കൊടുത്തേക്കുന്നത്, നമ്മുടെ മാരുതി 800 കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഭംഗിക്ക് വേണ്ടി ബോണ്ടിനെ ഒത്തിരി ബോണ്ട് ആർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെ നമ്മൾ കൊണ്ടുവെക്കുമ്പോൾ ഒരെണ്ണം മാത്രം നമുക്കൊരു ലുക്കിന്റെ ഇതുകൊണ്ട് മാത്രം 2 കൊടുത്തു. പക്ഷെ അത് ഇച്ചിരി പ്രഷർ കൂടിപ്പോയി. ഇപ്പം അത്യാവശ്യം നല്ല പ്രഷർ ഉണ്ട്. അപ്പൊ നമ്മൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോണ്ടിന്റെ ലോക്കിനൊക്കെ കംപ്ലൈന്റ് ചെയ്യാൻ ചാൻസ് കൂടുതലില്ല. അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് തുറക്കാൻ പറ്റത്തുള്ളൂ. ഗൈസ്, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വരുത്തിക്കുന്ന മാറ്റങ്ങൾ. ബ്രോ, അപ്പൊ ഫ്രണ്ടിൽ വരുത്തിക്കുന്ന മാറ്റങ്ങളിൽ അത്യാവശ്യം നല്ല കോസ്റ്റ് ആയിട്ടുള്ള മാറ്റം ഏതൊക്കെയാണ്? ബ്രോ, കോസ്റ്റ് ആക്കുന്നത് നമ്മുടെ അക്സറീസിന് ഏറ്റവും കൂടുതൽ കോസ്റ്റ് ആയിരിക്കുന്നത്. അപ്പൊ വണ്ടി നമ്മളിപ്പം പണിഞ്ഞിറക്കിയപ്പോൾ പെയിന്റിങ്ങും എല്ലാം കൂടെ പാച്ച് വർക്ക് എല്ലാം കൂടെ നമുക്കൊരു 65-70 രൂപ ചെയ്തേക്കുന്നത്. നമ്മൾ അടുത്തൊരു വർക്ക്ഷോപ്പിലാണ് പണി ചെയ്തത്. പക്ഷെ അക്സറീസ് എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഒരു 1.5 അടുത്തായിട്ടുണ്ട്. അക്സറീസ് നമുക്ക് റേറ്റ് ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ DR തന്നെ വരുന്നപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3,500 വരുന്നുണ്ട്. നമ്മൾ ഡെൽറ്റ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചാൽ. പിന്നെ എല്ലാം ആയിട്ട് വരുമ്പോഴത്തേക്ക് ഈ മെഗാ ഡ്രൈവ് അതിന് ഏകദേശം ഒരു 3 രൂപ അടുപ്പിച്ച് അതിന് റേറ്റ് വരുന്നുണ്ട്. പിന്നെ എല്ലാം ഇതൊക്കെ നമ്മൾ വർഷങ്ങൾ ഉണ്ടാക്കിയോണ്ട് നമ്മൾ ഒരേ റേറ്റിലും കൊടുത്തതാ. പിന്നെ ആ താഴെ ലൈറ്റ് ഇത് ഏകദേശം ഒരു 1200-400 ആ റേഞ്ച് വരുന്നുണ്ട്. അപ്പൊ ഇത്ര നമ്മൾ എക്സ്ട്രാ ഇപ്പം ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാം വണ്ടിയിൽ ഉള്ളതായിരുന്നു. ഇതൊക്കെ ഈ ബമ്പറിന്റെ അത് സ്കേറ്റിംഗ് ഒക്കെ വണ്ടി ഉള്ളതായിരുന്നു.
ഇതിന് ഏകദേശം ഒരു 3,500 സാധനം വരുന്നത്. പിന്നെ കുറെ ചാർജ് അങ്ങനെ വരുന്നത്. തൃശ്ശൂരും പാലക്കാട് ഒത്തിരി സ്ഥലത്ത് ഉണ്ടാക്കുന്നുണ്ട് ഇത്. Guys, അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വരുത്തിക്കുന്ന മാറ്റങ്ങൾ. ഇപ്പൊ നമുക്ക് വണ്ടിയുടെ സൈഡിലോട്ട് പോകാം. സൈഡിലും കുറച്ചധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാന്ന് നോക്കാം. ബ്രോ, ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ സൈഡിൽ വരുത്തിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ സൈഡ് മെയിൻ ആയിട്ട് നമ്മൾ അലോയ്സാ. നമ്മൾ അലോയ്സ് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമുക്കൊരു ഒരു മാറ്റ് ബ്രൗൺ ഒരു കളർ പോലെ ആയിരുന്നു, ഒരു ഗോൾഡ് കളർ പോലെ ആയിരുന്നു. അപ്പൊ അതിന് നമ്മൾ വണ്ടിയുടെ ഒരു മാച്ച് വരാൻ വേണ്ടി നമ്മൾ അതിനെ സിൽവർ ആക്കിയിട്ടുണ്ട്. നമ്മൾ PU സിൽവർ അല്ല NC സിൽവർ, സാധാ സിൽവർ മേടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ അത് 15 ഇഞ്ച് ആയിട്ടേക്കുന്നത്, 15 ഇഞ്ച് റേസിന്റെ അലൈസ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അലൈസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഈ ഫുഡ് സ്റ്റെപ്പിന്റെ അടിയിൽ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ ഒരു ലെവൽ കിട്ടാൻ വേണ്ടി മാത്രം നമ്മളൊരു പൈപ്പ് അടി കൊടുത്തിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ റൂഫ് ബോക്സ് ആണ്. ഇത് നമുക്ക് അത്യാവശ്യം യൂസിനാണ്, മെയിൻ ആയിട്ട് യൂസ് ആണ് നമ്മൾ ഇത് ഉദ്ദേശിച്ചത്. പണ്ട് നമ്മൾ ഇതിന് മുമ്പ് വേറെ തുലയുടെ ഒരു കോപ്പി ബോക്സ് ആയിട്ട് നമ്മൾ ആദ്യം വെച്ചിരുന്നത്. അപ്പൊ അത് നമ്മൾ സെയിൽ ആക്കിയിട്ട് ഇപ്പൊ നമ്മൾ പെൻഡാറിന് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പെൻഡാറിന് XXL സൈസ് വന്നേക്കുന്നത്. അപ്പൊ അത് നമ്മൾ അന്ന് നമ്മൾ ഷോയ്ക്കായിരുന്നു മെയിൻ ആയിട്ട് എടുത്തത്. പിന്നെ നമുക്ക് എടുത്തു കഴിയുമ്പോൾ യൂസ് വന്നേക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ട് ബൂട്ട് സ്പേസ് കുറവാണ്, അത്യാവശ്യം നല്ല കുറവുണ്ട്. അപ്പൊ നമ്മൾ ചെറിയൊരു സബ് ബോർഡ് ചെയ്യുന്നതുകൊണ്ട് ഒട്ടും സ്പേസ് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മളിപ്പം ഇത്ര ആൾ പോകുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ ലഗേജ് നമുക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബോക്സ് വെച്ചിട്ടുണ്ട്. ഇത് XXL ബോക്സ് നമ്മൾ XL ബോക്സ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പൊ അതിന് ലോക്ക് ഉണ്ട്. നമ്മുടെ ക്രോസ് ബാർ കൊടുത്തേക്കുന്നത്, ക്രോസ് ബാറിനും ലോക്ക് ഉണ്ട്. അത്യാവശ്യം അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇളക്കം കൊണ്ട് പോകാത്ത ഒരു വണ്ടിക്ക് സേഫ്റ്റിക്ക് വേണ്ടി മാത്രം ബോക്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു അലോയ്സിനൊക്കെ ഏകദേശം എത്ര കോസ്റ്റ് ആയി കാണും? അലോയ്സിന് അന്ന് നമ്മൾ എടുത്തപ്പോൾ ഏകദേശം ഒരു 28 രൂപയാണ് അലോയ്സിന് വന്നിരിക്കുന്നത്. ടയർ അന്ന് നമ്മൾ സെക്കൻഡ് ടയർ എടുത്തായിരുന്നു. അത് യോക്കോമയുടെ ടയർ എടുത്തേക്കുന്നത്. അന്ന് ടയർ 4 15 രൂപ നമുക്ക് ആയേക്കുന്നത് ടയർ ആയത്. ലോ പ്രൊഫൈൽ ടയർ ആയിട്ടേക്കുന്നത്. നമ്മളിപ്പം അലോയ്സിന്റെ സൈസ് ചാലും ഒരു ഇഞ്ച് കൂട്ടിയിട്ടുണ്ട്. 14 നമ്മുടെ സ്റ്റോക്ക് വരുന്നത്. 15 രൂപ ആക്കിയപ്പോഴത്തേക്ക് ഇവിടെ വിത്ത് നമുക്ക് സാധാരണ വരുന്നത് 70 വരുന്നത്. അപ്പൊ നമുക്ക് 195 70 14 വരുന്നത്. അത് നമ്മൾ 195 60 14 മാറ്റിയിട്ടുണ്ട്. എന്താ ചെറിയ വണ്ടിക്ക് അറിയാതിരിക്കാൻ വേണ്ടി ഒത്തിരി വലിപ്പം വരുമ്പോഴത്തേക്ക് നമ്മുടെ ഡിഫറൻഷ്യലിനൊക്കെ കംപ്ലൈന്റ് വരെ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രൊഫൈൽ ചെറുതായിട്ടൊന്ന് കുറച്ചപ്പോൾ വണ്ടിക്ക് അറിയുന്നില്ല, കറക്റ്റ് ആ സൈസിൽ തന്നെയാണ് ഇപ്പൊ കിടക്കുന്നത്. പിന്നെ അതേപോലെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പിന്റെ അടിയിൽ വരുന്ന ആ ഒരു സ്റ്റീൽ പൈപ്പിന്റെ ഐഡിയ എവിടെ നിന്നാണ് ബ്രോ? അത് നമ്മൾ കോഴ്സിനകത്ത് പൊതുവെ എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും വണ്ടിക്ക് ലോവർ ഫീൽ കിട്ടാൻ വേണ്ടി കോഴ്സിനകത്ത് മിക്കുള്ള എല്ലാ കോഴ്സിനകത്തും ഫ്രണ്ട് സ്കേറ്റിംഗ് ഉണ്ടെങ്കിൽ, ഫ്രണ്ടിൽ ബാക്കിൽ സ്കേറ്റിംഗ് ഉണ്ടെങ്കിൽ ഈ സ്റ്റെയിൻലെസിന്റെ പൈപ്പ് നിർബന്ധം. അത് എല്ലാ വണ്ടിക്ക് തോന്നും. അല്ലെങ്കിൽ തന്നെ രണ്ട് സൈഡ് താന്ന് ഫ്രണ്ട് പൊങ്ങിയിരിക്കും. ഇതിപ്പോ ഒരൊറ്റ നിരപ്പി പോകാൻ വേണ്ടി നമ്മൾ ഇതിനടി ഒരു റബ്ബർ ലിപ്പോട്ട് വെക്കുക. പണി തീർന്നല്ലോ, വണ്ടിയുടെ പണി തീർന്നിട്ടില്ല, ഏകദേശം ഒരു 50% തീർന്നിട്ടുള്ളൂ. അപ്പൊ അതിൽ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ലോവർ ഫീൽ കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പൊ വണ്ടിക്ക് ഒരു ലുക്കും കിട്ടും. ഇവിടെ സ്റ്റെയിൻലെസിന്റെ ഒരു പൈപ്പ് കൂടെ കൊടുക്കും, ഒരു ഷീറ്റ് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അന്നൊരു ഫീൽ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിൽ എടുത്തിരിക്കുന്ന മാറ്റങ്ങൾ. സൈഡ് പ്രൊഫൈലിൽ ഭയങ്കര മാറ്റങ്ങളൊന്നുമില്ല, എന്നാലും അത്യാവശ്യം മിനിമം ആയിട്ടുള്ള നല്ല ലുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു അലോയ്സ് ആയാലും ഒരു ടയർ പ്രൊഫൈൽ ആയാലും ആ ഒരു സൈഡിലത്തെ ആ ഒരു സ്റ്റീൽ പൈപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്രണ്ടും ബാക്കും അത്യാവശ്യം ലോഡ് ചെയ്ത ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ സൈഡിലും കൂടെ അതില്ലെങ്കിൽ അതൊരു ഓറായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ചെറിയൊരു കൂളിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ചെറിയൊരു ബ്ലൈൻഡ് സ്പോട്ട് മിററും കാര്യങ്ങളൊക്കെ ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ഈ സൈഡ് പ്രൊഫൈലിൽ കൂടുതൽ ലുക്ക് തോന്നിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു പെൻറ്റയറിന്റെ ഈ ഒരു ബോക്സ്, റൂഫ് ബോക്സ് തന്നെയാണ്. അതേപോലെ നമ്മളൊരു ആന്റിനെയും കാര്യങ്ങളൊക്കെ സൈഡ് ബോൺസിലൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു അലോയ്സ് ആയാലും ലോ പ്രൊഫൈൽ ടയർ ആയാലും നമ്മുടെ വണ്ടിക്ക് ആ ഒരു സൈഡ് പ്രൊഫൈലിൽ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലെ മാറ്റങ്ങൾ. ഇനി നമുക്ക് പുറകിലോട്ട് പോകാം. പുറകിലും കുറച്ച് മാറ്റങ്ങൾ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പുറകെ വെച്ചിട്ട് വരുത്തിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ബാക്കി നമ്മള് ഇതിപ്പോ പക്ക സ്റ്റോക്കിലാണ് ഇരിക്കുന്നത്. നമ്മൾ താഴെ ഒരു സ്കേറ്റിംഗ് മാത്രമേ കൊടുത്തുള്ളൂ. പിന്നെ വർക്ക് തീർന്നിട്ടില്ല, പിന്നെ ഒത്തിരി വർക്ക് ഇതിനെ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എക്സസ് ഡിപ്പും ലൈറ്റും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. വണ്ടിയുടെ വർക്ക് ഇത് ഏകദേശം ഒരു 50% തീർന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ബാക്കി സ്റ്റോക്കാണ്. ഈ താഴത്തെ ഈ സ്കേറ്റിംഗ് മാത്രമേ എക്സ്ട്രാ കൊടുത്തുള്ളൂ. ബാക്കി നമ്മൾ ഇവിടെ ക്രോമാണ്. ഈ ക്രോമും ലോഗോ ഉണ്ട്. ഇവിടെ ഇവിടുത്തെ ലോഗോ എല്ലാം നമ്മൾ റിമൂവ് ചെയ്തായിരുന്നു. നമ്മുടെ ടൊയോട്ടയുടെ ലോഗോ മാത്രം നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇത് നമ്മുടെ ഷോറൂമിൽ നിന്ന് ക്രോമാണ് വരുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്റ്റോക്ക് തന്നെയാണ് വണ്ടിക്ക് വരുന്നത്. പുറകിലത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ മിനിമൽ ആയിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് പുറകെ ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഏകദേശം ആ ഒരു സ്റ്റോക്ക് ലുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊക്കെയാണ് പുറകില്. അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ റിയർ വ്യൂ ലുക്ക് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഇന്റീരിയറിലോട്ട് പോകാം. ഇന്റീരിയറിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് അതിന്റെ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയറിൽ വരുത്തിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇന്റീരിയർ നമ്മൾ അധികമായിട്ടും ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഇന്നോവയുടെ സെൻട്രൽ കൺസോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പാർക്ക്, നമ്മുടെ സീറ്റ് ബെൽറ്റ് മാറ്റി സ്പാർക്കോടെ റെഡ് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ല നമ്മൾ എക്സ്ട്രാ ഇന്റീരിയറിൽ അധികം ഒന്നും ചെയ്തിട്ടില്ല. ഒക്കെ എല്ലാ സ്റ്റോക്കാണ്. ഷീറ്റ് എല്ലാം സെൻട്രലിലെ സീറ്റ് മാത്രം നമ്മൾ മാറ്റിയിട്ട് സെൻട്രലിലെ സീറ്റ് ഏതിന്റെ നമ്മൾ സഫാരി ഡൈക്കോറിന്റെ സീറ്റ് ഇട്ടുണ്ട്. ആംബർഷ് വരുന്ന മോഡൽ സീറ്റ് സെന്ററിൽ കൊടുത്തിട്ടുണ്ട്. 2 സീറ്റ് ആയി രണ്ട് സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ സീറ്റ് നമ്മൾ ബാക്കിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ഗിയർ നോബ് മാറ്റിയിട്ടുണ്ട്. നമ്മൾ വൺ ഡേ സ്പാർക്ക് ഓർഡർ ജസ്റ്റ് ഹൈറ്റും ഒരു ലുക്കും കിട്ടാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അധികമായിട്ടും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറയും മോണിറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്രിസ്റ്റയുടെ സ്റ്റിയറിംഗ് മാറ്റാൻ വേണ്ടിയാണ്. നമ്മൾ ഈ ആൻഡ്രോയിഡും ചെയ്യുന്നുണ്ട്.
ട്രിപ്പ് ലോഞ്ച് ചെയ്തിട്ടില്ല. നമ്മൾ ബഡ്ജറ്റിന്റെ ഇതുകൊണ്ട് നമ്മളിപ്പം ഇത്ര വണ്ടി അങ്ങ് പണിഞ്ഞിറക്കുന്ന രീതിയിൽ അങ്ങ് ഇറക്കി. ഫ്യൂച്ചർ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ ആയിരിക്കും. ഉണ്ട്. എന്തായാലും നമ്മൾ കുറെ പ്ലാൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഫണ്ടിന്റെ കുറച്ച് വിഷയങ്ങളാണ് ഒരുമിച്ച് ഇപ്പൊ തന്നെ ഏകദേശം 1.5 ലക്ഷം അടുത്ത് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനെ ഇറക്കാൻ കയ്യിൽ അത്ര ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയ കുറച്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യിക്കുന്നു. വണ്ടി ഏകദേശം ഇത്ര പണിഞ്ഞിറക്കിയപ്പോൾ തന്നെ, അതായത് പെയിന്റിങ്ങും ഈ ഒരു എക്സറേസും ഈ ഒരു വർക്കും കാര്യങ്ങൾ ചെയ്ത് ഇറക്കിയപ്പോൾ തന്നെ ഏകദേശം ഒരു 1.5 ലാക്ക് സംതിങ് ആ റേഞ്ചിനകത്ത് ആയിട്ടുണ്ട്. അത്ര ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇനി അടുത്ത അപ്ഡേഷനിൽ നമ്മൾ കുറച്ചധികം മാറ്റങ്ങൾ എടുത്തു. നമ്മൾ ഇന്റീരിയർ പ്ലാൻ ചെയ്യുന്ന മൊത്തം സീറ്റ് ഓവറും ഡോർ പാഡ് ഫ്ലോർ മാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി സ്റ്റിയറിംഗ് നമ്മൾ മെയിൻ ആയിട്ട് ഒരെണ്ണം നോക്കി വെച്ചിട്ടുണ്ട്. ഇന്നോവയുടെ ഒരെണ്ണം കയറ്റാൻ വേണ്ടി. ഓക്കെ. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയിലെ കംപ്ലീറ്റ് ആയിട്ട് വരുത്തിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മുടെ പുറകില് അവൻ പറഞ്ഞ ആ ഒരു സീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചത്. അതാണ് നമ്മുടെ ആ ഒരു സഫാരി 2 സീറ്റ്സ് ഇരിക്കുന്ന. നോർമലായിട്ട് നമ്മുടെ ഈ ഒരു കോഴ്സിന് വരുന്നത് ഒറ്റ സീറ്റാണ് വരുന്നത്. ഇതിപ്പം 2 സീറ്റ് ആക്കിയിട്ട് അത് ചുരുക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് കൂടാനായിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഗൈസ്, അപ്പം ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ ഇന്നത്തെ വീഡിയോ. അതുപോലെ ഇവന്റെ ഇൻസ്റ്റ ഐഡി ഓണർ ഡീറ്റെയിൽസും കാര്യങ്ങൾ താഴെ കൊടുക്കുന്ന ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക. അപ്പൊ ഇനി ഇതേപോലെ നല്ല വീഡിയോസ് ആയിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.